ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുറത്തു നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട്, ഒരു പക്ഷേ അതിലും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അല്പം ബട്ടറും അതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗാർലിക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തെടുക്കാം. ഗാർലിക്കിന് പകരം നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് ഫ്രഷായിട്ട് ഗാർലിക് ചേർത്തെടുക്കുമ്പോഴാണ്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിടാത്ത ബട്ടറായിരുന്നു, അൺസോൾട്ടഡ് ആയിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡിൽ അപ്ലൈ ചെയ്യാനൊരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം ബട്ടറും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഗാർലിക് എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 നാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ടോസ്റ്റർ തന്നെയാണ്. ടോസ്റ്റർ നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടായതിന് ശേഷം ഒരല്പം ബട്ടർ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ അടുത്തൊരു ടോസ്റ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈ പാനിൽ സെയിം ഇതിൽ ചെയ്താൽ മതി. പക്ഷേ സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ തീ കൂട്ടി വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കരുത്. വളരെ തീ കുറച്ച് വെച്ച് പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ടൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഓംലെറ്റിൻ്റെ കളറ് യെല്ലോയിഷ് കളറ് മാറാത്ത രൂപത്തിൽ വേണം നമുക്കിതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു കേക്കൊക്കെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നത് പോലെ തന്നെ ടോസ്റ്ററിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഡയറക്റ്റ് ഹീറ്റ് അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ എടുക്കുമെങ്കിലും ശരിക്കും നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്ക് ടോസ്റ്ററിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടാറ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ടോസ്റ്ററിലേക്ക് ഒരല്പം കൂടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അരികെല്ലാം മുറിച്ച് മാറ്റിയ ബ്രെഡ് ഉണ്ട്, അത് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എത്രമാത്രം സാൻഡ്വിച്ച് ഉണ്ടാക്കണോ അതിനനുസരിച്ച് ബ്രെഡ് പീസ് എടുക്കുക. ഞാനിവിടെ ടോട്ടലി 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ്റെയും സോസിൻ്റെയൊക്കെ അളവ് ഉണ്ടാക്കിയിട്ടുള്ളത്. കറക്റ്റായിരുന്നു 4 എണ്ണത്തിന്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ടോസ്റ്ററിൽ പുരട്ടി കൊടുത്തതല്ലാത്ത ബ്രെഡിലും കുറച്ച് ബട്ടർ വേണമെങ്കിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ മിക്സും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ റൗണ്ടിൽ സ്ലൈസ് ചെയ്ത് 4 കുക്കുംബർ വെച്ചെടുക്കാം. അടുത്ത ബ്രെഡ് സ്ലൈസിൽ വീണ്ടും ഇതുപോലെ സോസ് പുരട്ടി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഓംലെറ്റ് വെക്കാം. പിന്നെ ഇതുപോലെ ട്രയാങ്കിളുള്ള ചീസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ചെടുത്തു. വട്ടത്തിൽ അരിഞ്ഞു വെച്ച 4 തക്കാളിയും കൂടെ വെച്ചെടുത്തു. ചീസ് നിങ്ങൾക്ക് സ്ക്വയർ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് ഈ ചീസ് ആയതുകൊണ്ടാണ് ഇത് ചേർത്തെടുത്തത്. 4 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടലായിട്ട് 6 മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് എത്ര കാശ് എടുത്തിട്ടാണ് വാങ്ങുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.